ഹായ്, ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ഗ്രാമറിലും ടെൻസിനെയൊക്കെ കുറിച്ചിട്ടുള്ള വിശദീകരണമായിരുന്നു. അതിൽ നിന്നും ഒന്ന് റിലാക്സ് ആയി വിട്ടിട്ട് കുറച്ച് സെൻറ്റൻസുകൾ രാവിലെ നമുക്ക് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളെ കുറിച്ച് നോക്കാം. രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് രാവിലെ ഉണരുന്നു, എഴുന്നേൽക്കുക എന്നുള്ളതിന് വേക്കപ്പ് എന്നാണ് പറയുക. ഗെറ്റപ്പ് എന്നുള്ളത് സാധാരണ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഉണർന്ന് എഴുന്നേൽക്കുക എന്നുള്ളതിന് നമ്മൾ വേക്കപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വേക്കപ്പ് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. എന്നും രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ എന്നും രാവിലെ ഞാൻ 4-ന് എഴുന്നേൽക്കുന്നു. 4 മണിക്ക് അല്ലാതെ എന്നും നമ്മൾ പറയാറില്ലേ ചുരുക്കമായിട്ട്, എന്നും രാവിലെ ഞാൻ 4-ന് എഴുന്നേൽക്കുന്നു. അതേപോലെ നമുക്ക് പറയാം, ഐ വേക്കപ്പ് അറ്റ് 4 എവറി മോർണിംഗ്. ഐ വേക്കപ്പ് അറ്റ് 4 എവറി മോർണിംഗ്. എന്നും രാവിലെ ഞാൻ 4-ന് എഴുന്നേൽക്കുന്നു. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യുക? ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. അതിനുശേഷം ഐ ബ്രഷ് മൈ ടീത്ത്, ഞാൻ എൻ്റെ പല്ല് തേക്കുന്നു. അതിനുശേഷം ചില ആൾക്കാർ കക്കൂസ് പോകുന്നു, ചിലർ ചായ കുടിക്കുന്നു. നമുക്ക് നോക്കാം കക്കൂസ് പോകാമെന്ന് എങ്ങനെയാണ് പറയാൻ നോക്കാം. ഐ ഗോ ടു ദ ടോയ്ലറ്റ്. ഐ ഗോ ടു ദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ കക്കൂസ് പോകാമെന്നാണ്. ഇംഗ്ലീഷുകാർ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ഉണ്ട് അതിന്. ഐ നീഡ് ടു പ്യൂപ്പ് എന്ന് പറയും. ഐ നീഡ് ടു പ്യൂപ്പ്. പ്യൂപ്പ് എന്ന് പറഞ്ഞാൽ കക്കൂസ് പോകാനാണ്. POOP, പ്യൂപ്പ്. ഐ നീഡ് ടു പ്യൂപ്പ് അല്ലെങ്കിൽ ഐ ഹാവ് ടു പ്യൂപ്പ് എന്നവർ പറയും. കക്കൂസ് പോവുക അത് വളരെ വിരളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിച്ച് വെക്കുക. നമ്മൾക്ക് ഇവിടെ എന്താ പറയേണ്ടത്? ഐ ഹാവ് ടു ഗോ ടു ദ ടോയ്ലറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ നീഡ് ടു ഗോ ടു ദ ടോയ്ലറ്റ്, എനിക്ക് കക്കൂസിൽ പോകണം. അവരും ടോയ്ലറ്റ് എന്ന് തന്നെയാണ് പറയാറ്. വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്യൂപ്പ് എന്നുള്ളത്. പക്ഷെ മൂത്രമൊഴിക്കുക എന്നുള്ളതിനും അവർ വേറൊരു വേർഡ് ഉണ്ട്, പി എന്നാണ് പറയുക. PEE. ഐ ഹാവ് ടു പി, ഐ നീഡ് ടു പി എന്ന് പറഞ്ഞാൽ എനിക്ക് മൂത്രമൊഴിക്കണം. അതിനും പകരം അവർ പറയാറെന്താണ്? ഐ ഹാവ് ടു ഗോ ടു ദ ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് പോകുക എന്നുള്ള 2 കാര്യം ഉദ്ദേശിച്ചാണ് പറയുന്നത്. പ്രത്യേകം എടുത്ത് പറയാറില്ല. ഇനി അതിനുശേഷം നമ്മൾ കുളിക്കുക എന്നുള്ളതിന് ടേക്ക് എ ഷവർ അല്ലെങ്കിൽ ഹാവ് എ ഷവർ, ഇത് തന്നെയാണ് അവർ പറയാറ്. നമ്മളും അത് തന്നെയാണ്. അല്ലാതെ ബാത്റൂം, ഐ ടേക്ക് ബാത്ത് എന്നൊന്നും പറയണ്ട. ഐ നീഡ് ടു ടേക്ക് എ ഷവർ എന്നോ ഐ ഹാവ് ടു ടേക്ക് എ ഷവർ എന്നോ പറഞ്ഞാൽ മതി. എനിക്ക് കുളിക്കണം. ഇനി നമുക്ക് ചോദിക്കണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് നാസ്ത എന്താണെന്ന്, ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിക്കണം അമ്മയോട്. മം, വാട്ട് ഡു വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? മം, വാട്ട് ഡു വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾക്ക് എന്താണ് ഉള്ളത്? അപ്പോൾ അമ്മയുടെ മറുപടി ഈ രീതിയിലാണെങ്കിൽ എന്താവും? ഐ ആം യെറ്റ് ടു കുക്ക് എനിത്തിങ്. ഐ ആം യെറ്റ് ടു കുക്ക് എനിത്തിങ്. ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആയിട്ടുണ്ടാവും. ഐ ആം യെറ്റ് ടു കുക്ക് എനിത്തിങ്. ഞാനിതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുക. വാട്ട് ഡു യു ലൈക്ക് ടു ഹാവ്? വാട്ട് ഡു യു ലൈക്ക് ടു ഹാവ്? കഴിക്കാൻ നിനക്ക് എന്താണ് ഇഷ്ടം, എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ദോശയും ഇഡ്ഡലി രണ്ടും ഇഷ്ടമാണ്. പക്ഷേ ദോശ കുറച്ചുകൂടെ ഇഷ്ടമാണ് ഇഡ്ഡലിയെക്കാട്ടിലും. അതിന് പറയണമെങ്കിൽ പ്രിഫർ ടു എന്നൊരു യൂസേജ് ഉണ്ട്. ഐ പ്രിഫർ ദോശ ടു ഇഡ്ഡലി. ആ ടു എന്നുള്ളത് അവിടെ ദേൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇഡ്ഡലിയെക്കാളും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടു. ഐ പ്രിഫർ ടു ജോഡിയാണ് ഒരുമിച്ച് ഉപയോഗിക്കണം. ആദ്യം പറയുന്നത് ഏതാണോ അത് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാവും. ഐ പ്രിഫർ ദോശ ടു ഇഡ്ഡലി. എനിക്ക് ഇഡ്ഡലിയെക്കാട്ടിലും കൂടുതൽ ദോശയാണ് ഇഷ്ടം. ഇനി നമ്മൾക്ക് എങ്ങനെ ഓഫീസിൽ പോകണം, ഡ്രസ്സ് ഇടണം. ഓഫീസിൽ പോകേണ്ടവർ ഓഫീസിൽ പോകും, സ്കൂളിൽ പോകേണ്ടവർ സ്കൂളിൽ പോകും. അപ്പോൾ അമ്മയോട് ഇനി ചോദിക്കണം, എനിക്കൊരു കട്ടൻ ചായ വേണം, കഴിക്കാൻ ഒരു കട്ടൻ ചായ വേണമെന്ന്. ഗ്ലാസ് എന്നൊന്നും പറയണ്ട. ക്യാൻ ഐ ഗെറ്റ് എ ബ്ലാക്ക് ടീ? ക്യാൻ ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് ബ്ലാക്ക് ടീ എന്ന് ചോദിക്കാം. പക്ഷെ നമ്മൾ ചുരുക്കി പഠിക്കുകയാണ്. ക്യാൻ ഐ ഗെറ്റ് എ ബ്ലാക്ക് ടീ? എനിക്കൊരു കട്ടൻ ചായ കിട്ടുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു തരുമെന്ന്. അപ്പോൾ അമ്മ അത് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരുന്നു. അപ്പോൾ അതെന്താ പറയുക? ഷീ പ്രിപ്പേഴ്സ് എ ബ്ലാക്ക് ടീ. ഷീ പ്രിപ്പേഴ്സ് എ ബ്ലാക്ക് ടീ. അമ്മ എന്താ ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നു. ഇനി ചോദിക്കുകയാണ്, എപ്പോഴാണ് നിനക്ക് ഓഫീസിലേക്ക് പോകേണ്ടത്? വാട്ട് ടൈം? എത്ര മണിക്കാണെന്നാണ്. വാട്ട് ടൈം ഡു യു ഹാവ് ടു ഗോ ടു ദ ഓഫീസ്? എത്ര മണിക്കാണ് നിനക്ക് ഓഫീസിലേക്ക് പോകേണ്ടത്? വാട്ട് ടൈം ഡു യു ഹാവ് ടു ഗോ ടു ഓഫീസ്? ഓഫീസിലേക്ക് നിനക്ക് എത്ര മണിക്കാണ് പോകേണ്ടത്? അപ്പോൾ പറയാണ് 10 മണി ആകുമ്പോഴേക്കും എനിക്ക് ഓഫീസിലെത്തണം. ആകുമ്പോഴേക്കും 10 മണിയോടെ എന്നാണ്. ഇതിനൊരു യൂസേജ് ഉണ്ട്, ബൈ എന്നാണ്. ബൈ 10 o'clock. 10 മണിയോടെ, 10 മണി
ആകുമ്പോഴേക്കും. ഇനി ബിഫോർ 10 o'clock എന്നാണെങ്കിലോ ഐ ഹാവ് ടു റീച്ച് ഓഫീസ് ബിഫോർ 10 o'clock. ഐ ഹാവ് ടു റീച്ച് ഓഫീസ് ബിഫോർ 10 o'clock. 10 മണിക്ക് മുന്നേ എനിക്ക് ഓഫീസിലെത്തണമെന്നാണ്. 10 മണിയോടെ 10 മണി ആകുമ്പോഴേക്കെന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ടു റീച്ച് ഓഫീസ് ബൈ 10 o'clock. ഐ ഹാവ് ടു റീച്ച് ഓഫീസ് ബൈ 10 o'clock. 10 മണി ആകുമ്പോഴേക്കും എനിക്ക് ഓഫീസിൽ എത്തണം. ഇനി ഇതിനെ മാറ്റി നമ്മൾ അറ്റെന്ന് വെച്ചെന്ന് വിചാരിക്കുക. അറ്റ് 10 o'clock ആണെങ്കിൽ 10 മണിക്ക് എനിക്ക് അവിടെ എത്തണം എന്നായി മാറും. ഐ ഹാവ് ടു റീച്ച് ഓഫീസ് അറ്റ് 10 o'clock. ഐ ഹാവ് ടു റീച്ച് ഓഫീസ് അറ്റ് 10 o'clock. 10 മണിക്ക് എനിക്ക് അവിടെ എത്തണം എന്നായി മാറി. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻസി ആവശ്യം വേണം. ഫ്ലുവൻസി കൂട്ടേണ്ട ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നീട്ടി വലിച്ച് സെൻറ്റൻസിനെ പറയാതെ ചുരുക്കി ആൻസർ പറയുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഫ്ലുവൻസി പതുക്കെ ആയിട്ട് അവർക്ക് കൂട്ടാൻ കഴിയും. ഒരിക്കലും വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഫ്രം ലണ്ടൻ ഇത്ര വെച്ച് നിർത്തണം. അല്ലാതെ ഐ ആം കമ്മിങ് ഫ്രം ലണ്ടൻ എന്നൊന്നും നീട്ടി വലിച്ച് പറഞ്ഞിട്ട് മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടാണ് ശീലിക്കേണ്ടത്. പിന്നെ നമ്മളത് പഠിക്കുന്നതിനനുസരിച്ച് നമ്മളത് നീട്ടി പറയാൻ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രാപ്തി ഉണ്ടാവും. അപ്പോൾ നമ്മളത് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാർ ഷോർട്ടായിട്ടുള്ള ആൻസർ എപ്പോഴും ഷോർട്ടായിട്ട് വേർ ആർ യു കമ്മിങ് ഫ്രം ലണ്ടൻ, ഫ്രം കൊച്ചി, ഫ്രം ട്രിവൻഡ്രം, ഈ രീതിയിലാണ് ആൻസർ പറഞ്ഞിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് എങ്ങനെയാണ് നീ ഓഫീസിൽ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഹൗ ഡു യു ഗോ ടു ദ ഓഫീസ്? എങ്ങനെയാണ് നീ ഓഫീസിൽ പോകുന്നത്? ഐ ഗോ ടു ഓഫീസ് ബൈ ബസ്. ബസ്സിനകത്ത് എന്നിരുന്നിട്ടല്ല, ബസ്സിനാലാണ് പോകുന്നത് എന്നല്ലേ നമ്മൾ മലയാളത്തിലും പറയാറ്. അതുപോലെ തന്നെ ഐ ഗോ ടു ഓഫീസ് ബൈ ബസ്. ഐ ഗോ ടു ഓഫീസ് ബൈ ബസ്. ഞാൻ ബസ്സിലാണ് ഓഫീസിൽ പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമുക്ക് ട്രാഫിക് ജാം ആവുക ചെയ്യും. അപ്പോൾ നമുക്കത് പറയണമെങ്കിൽ ഐ സ്റ്റക്ക് ഇൻ ട്രാഫിക് ജാം. സ്റ്റക്ക്, ഐ ഗോട്ട് സ്റ്റക്ക് എന്ന് പറയാം. ഐ ഗോട്ട് സ്റ്റക്ക്, അതിൽ കുടുങ്ങി. ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക് ജാം. ഐ കോട്ടപ്പ് ഇൻ ട്രാഫിക് ജാം എന്നും പറയാം. കോട്ടപ്പ്, ഐ കോട്ടപ്പ് ഇൻ ട്രാഫിക് ജാം, സ്റ്റക്ക് ഇൻ ട്രാഫിക് ജാം എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. കുറച്ച് നല്ല സെൻറ്റൻസുകളും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡയലോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.